ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് ദ കറന്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. ഒരിക്കൽ ഒരുപാട് മിണ്ടി ഇപ്പോൾ മിണ്ടാതായ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിധി പോലെ കൊണ്ടു നടക്കുന്ന ആ ഒരു സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്കുള്ള റീഡിംഗ് ആണിത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിംഗുമായി കണക്ട് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ പേര് ഒരു 3 പ്രാവശ്യം മനസ്സിൽ പറയുക. നിങ്ങൾ എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് സന്തോഷിച്ച, നിങ്ങൾ ഒരുമിച്ച് പങ്കിട്ട ആ ഒരു സുന്ദര നിമിഷങ്ങളെപ്പറ്റി ഓർക്കുക. ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് ദ എംപ്രസ് ആണ്. ഒരു ജെനുവിൻ ഫീലിംഗിനെ സൂചിപ്പിക്കുന്നു. അതായത് ലവ് ആൻഡ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാർഡാണ് ദ എംപ്രസ്. ഒരിക്കൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ നച്ചുറിങ് ആയ, അവരെ ഒരുപാട് ആഴത്തിൽ സ്നേഹിച്ച ഒരു സ്പെഷ്യൽ പേഴ്സണായി തന്നെ കണ്ടിരുന്നു. അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു കംഫർട്ട് ആൻഡ് വാംത് ഒക്കെ ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ ഒരു കാർഡ് വരുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ പോലും മാറ്റിവെച്ച് അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച, ഒരുപാട് അവരെ സ്നേഹിച്ച, കരുതലോടുകൂടി കൊണ്ടു നടന്ന, അവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്നു കയറാവുന്ന ഒരു സേഫ് പ്ലേസ് ആയിരുന്നു നിങ്ങൾ എന്ന് ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നു. അവരിപ്പോഴും മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഞാൻ വളരെ വിലപ്പെട്ടതായി കൊണ്ടു നടന്നിരുന്ന ഒരു ബന്ധമായിരുന്നു ഇത്. എനിക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു ബന്ധത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. ഈ ഒരു ബന്ധം കാണിച്ചു തരുന്നത് ഇതൊരു ഫേക്കായിട്ടുള്ള ഒരു ബന്ധമായിരുന്നില്ല. ഒരു ഹേർട്ട് ലെവലിൽ ഒരു ജെനുവിൻ അഫെക്ഷൻ നിങ്ങൾ രണ്ടുപേർക്കും ഒരു കാലത്തുണ്ടായിരുന്നു. 4 ഓഫ് സോർട്സ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു സൈലൻസ് ആൻഡ് ഹീലിംഗിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. ഒരു മെൻ്റൽ റെസ്റ്റ്, ഈ ഒരു ബന്ധത്തിനെക്കുറിച്ചൊരു ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. അവരുടെ മനസ്സിൽ ഇപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യണോ, കുറച്ചൊരു ഡിസ്റ്റൻസ് എടുത്താലോ, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നതിനെ പറ്റിയല്ല അവർ ആലോചിക്കുന്നത്. വളരെ കാമായിട്ട് ചിന്തിക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം അവർക്കൊട്ടും ഫീലിംഗ് ഇല്ല എന്നതൊക്കെ. ശരിക്കും അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ എക്സോഷൻ, അതിനേക്കാൾ ഉപരി അവർ ഈ ഒരു ബന്ധത്തിൽ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാർഡാണിത്. നിങ്ങളുടെ ലവ് ലൈഫിൽ വീണ്ടും ഒരു ടേണിംഗ് പോയിന്റ് ഒക്കെ വരാം എന്ന് സൂചിപ്പിക്കുന്നു. സൈലന്റ് മോഡ് മാറി ശരിക്കും ഒരു എനർജി ചേഞ്ച് ആവാനുള്ള ചാൻസസ് ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ ഒരു ഇന്നർ ഫീലിംഗിൽ ഇനിയും നമ്മൾ കണ്ടുമുട്ടുമോ, വീണ്ടും സംസാരിക്കുമോ, അതോ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുമോ, എനിക്ക് പകരം നീ മറ്റൊരാളെ കണ്ടെത്തിയിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു കൂട്ടം ചിന്തകൾ. എനിക്ക് ഈ ബന്ധം വളരെ വിലപ്പെട്ടതായിരുന്നു, അതുകൊണ്ട് തന്നെ വിധി എന്നത് വീണ്ടും നമ്മളെ ഒരുമിപ്പിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തുടരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 95% ആളുകൾക്കും ഒരു റീയൂണിയൻ ഇവിടെ പോസിബിൾ ആണ്. നിങ്ങളുടെ ഈ ഒരു മനോഹരമായ റിലേഷൻഷിപ്പിന് എത്രയും പെട്ടെന്ന് ഒരു റീയൂണിയൻ ഉണ്ടാകട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.